അവനാണ് അൽ ഹഖ്, ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ളവൻ. ബാക്കിയുള്ളതെല്ലാം ഉണ്ടായിട്ടുള്ളത് അവനുണ്ട് എന്നതുകൊണ്ടാണ്. എല്ലാം അവനുള്ള തെളിവാണ്. അവ്യക്തമായ വല്ല കാര്യത്തിനുമാണ് ഒരാൾക്ക് തെളിവ് വേണ്ടി വരിക. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയേക്കാൾ ഏറ്റവും വ്യക്തമായി ഉള്ളവൻ മറ്റൊന്നും തന്നെയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി, അവൻ്റെ ഫിത്രത്ത്, അള്ളാഹു ഏതൊരു ശുദ്ധ പ്രകൃതിയിലായി അവനെ പടച്ചുവോ അത് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നാണ്. അവൻ്റെ നേർബുദ്ധി അവനോട് പറയുന്നത് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കാൻ ആർക്കാണ് സാധിക്കുക? അഫില്ലാഹി ശക്കുൻ ഫാത്തിറിസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിനെ കുറിച്ചോ സംശയം? ആകാശഭൂമികളെ പടച്ച റബ്ബിനെ കുറിച്ച്. അതുകൊണ്ട് സൃഷ്ടികൾക്കെല്ലാം എന്തെങ്കിലും ഒരു ആലോചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അധ്യാപനമോ ഒന്നുമില്ലാതെ തന്നെ അവരുടെ ഉള്ളിലുള്ള കാര്യമാണ് അവർക്കൊരു സ്രഷ്ടാവുണ്ട് എന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖാലിഖാണ് എന്നത് അള്ളാഹു ഖുർആനിലൂടെ ചോദിച്ചിരിക്കുന്നു. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, യാതൊന്നും ഇല്ലാതെ അവർ പടക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ സൃഷ്ടികർമ്മം നിർവഹിച്ചവർ? അവരാണോ അവരെ പടച്ചത്? അം ഖലഖുസ് സമാവാതി വൽ അർദ്, അതല്ല ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത് അവരാണോ? ബൽ ലാ യുഖിനൂൻ, അല്ല അവർ ഉറച്ചു വിശ്വസിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ആയത്തിനെ കുറിച്ച് ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുകയാണ്, അദ്ദേഹം മുസ്ലിം അല്ലാതിരുന്ന കാലത്ത് മദീനയിൽ ഒരാവശ്യത്തിന് വന്നു ചേർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ സൂറത്തു തൂർ പാരായണം ചെയ്യുകയാണ്. ഈ ആയത്തുകൾ എത്തിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, കാദ ഖൽബി അൻ യതീർ, എൻ്റെ ഹൃദയം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് പാറിപ്പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. വദാലിക അവ്വലു മാ വഖറൽ ഈമാനു ഫി ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ഈമാൻ ആദ്യമായി സ്ഥാനം പിടിച്ചത് ഈ ആയത്ത് കേട്ടപ്പോഴാണ്. അള്ളാഹുവിൻ്റെ ചോദ്യം നോക്കൂ, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവരൊന്നുമില്ലായ്മയിൽ നിന്നുണ്ടായതാണോ? നമുക്ക് കാണാൻ സാധിക്കുമോ അങ്ങനെ തനിയെ ഉണ്ടാകുന്ന വല്ലതിനെയും? അല്ല, നാം തന്നെയാണോ നമ്മെ പടച്ചത്? അതെങ്ങനെ സാധിക്കാനാണ്? നാം ഇല്ലാതിരിക്കെ, നാം തന്നെ ഇല്ലാതിരിക്കെ നാം എങ്ങനെ നമ്മെ സൃഷ്ടിക്കാനാണ്? ഒരാൾ നമ്മോട് വന്ന് പറയുകയാണ് ഒരു കൊട്ടാരത്തെക്കുറിച്ച്, ഒരു മണിമേടയെക്കുറിച്ച്, ഒരു വലിയ മണിമാളിക ഭദ്രമായി അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, അതിനാളുകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു, വിരിപ്പുകൾ വിരിച്ചിട്ടുണ്ട്, ഭംഗിയേറിയ പൂക്കൾ അതിനു ചുറ്റും സംവിധാനിച്ചിട്ടുണ്ട്, അതിനു മുന്നിൽ പൂന്തോട്ടമുണ്ട്, അതെല്ലാം കൃത്യമായ രൂപത്തിൽ ഇങ്ങനെ കാണുകയാണ്. ആ സുന്ദരമായ കൊട്ടാരത്തെക്കുറിച്ച് ഒരാൾ പറയുകയാണ് അത് തനിയെ ഉണ്ടായതാണ് എന്ന്, അല്ലെങ്കിൽ അതുതന്നെ പടച്ചതാണ് എന്ന്, അതിനെ സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ അവനെ എന്ത് വിളിക്കും? എന്താണ് വിവേകമുള്ളവർ അവനെക്കുറിച്ച് പറയുക? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ ആകാശങ്ങളും ഭൂമിയും അതേ ഗ്രഹങ്ങളും ഈ ഭൂമിയിലെ പർവ്വതങ്ങളും സമുദ്രങ്ങളും നദികളും പൂക്കളും മരങ്ങളും മനുഷ്യരും അവരുടെ വിചാരങ്ങളും അവരുടെ രക്തമോടുന്ന ധമനികളും എല്ലാം അത് വെറുതെ ഉണ്ടായതാണ്, തനിയെ അങ്ങ് ഉണ്ടായിപ്പോയതാണ് എന്ന് പറയുന്നവരെക്കാൾ ബുദ്ധിയില്ലാത്തവർ മറ്റാരാണുള്ളത്? ഫിറഔനിൻ്റെ അനുയായികളായ ആ അഹങ്കാരികളെക്കാൾ വലിയ വിവരദോഷികൾ യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ ആരാണുള്ളത്? അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളെല്ലാം അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ്റെ റസൂലുകൾ അവരുടെ സത്യസന്ധതയെക്കുറിച്ച് ലോകത്തെ മനുഷ്യർക്ക് സംശയമില്ല. കോടാനുകോടി മനുഷ്യരുടെ സാക്ഷ്യമുണ്ട് അവരുടെ സത്യസന്ധതയ്ക്ക്. അവരെല്ലാം റബ്ബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നാം അതാ ആ റബ്ബുണ്ട് എന്നത് അനുഭവിക്കുന്നവരാണ് നമ്മൾ. ആരാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവൻ? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൻ്റെ മുകളിൽ കയറി ആകാശത്ത് മേഘത്തിൻ്റെ ഒരു കഷ്ണം പോലും ഇല്ലാത്ത സമയത്ത് ഇരു കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ മഴ വർഷിപ്പിച്ചവൻ ആരാണ്? നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയവൻ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുആ കേട്ടവൻ ആരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരാണ്? അതുകൊണ്ട് അവരുണ്ട് എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അവനാണ് അൽ ഹഖുൽ മുബീൻ, ഏറ്റവും യാഥാർത്ഥ്യമായി ഉള്ളവൻ.